CPM സംസ്ഥാന സെക്രട്ടറി EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. EP ജയരാജനൊപ്പം തന്നെയാണ് പാർട്ടി എന്ന ശക്തമായ നിലപാടുമായി സംസ്ഥാന സെക്രട്ടറി തീരുമാനമെടുത്തിരിക്കുന്നു. EP ജയരാജൻ ഇതോടെ വ്യക്തമാകുന്നു. EP ജയരാജൻ പാർട്ടിയുടെ ഇടതു മുന്നണിയുടെ കൺവീനറായി തന്നെ തുടരും. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള നടപടിയും അദ്ദേഹത്തിനെതിരെ ഉണ്ടാകില്ല. EP ജയരാജൻ വ്യക്തമായി നൽകിയ വിശദീകരണം അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ബോധ്യം വന്നിരിക്കുന്നു എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മറ്റൊരു സുപ്രധാനമായ ഒരു തീരുമാനം കൂടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൈക്കൊണ്ടിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയെന്ന തരത്തിൽ ഉയർന്ന അപവാദ പ്രചരണങ്ങൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ EP ജയരാജനെ തന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി EP ജയരാജന് അതിനുള്ള അധികാരം നൽകിയിരിക്കുന്നു. ഒപ്പം EP ജയരാജനെതിരായ ഇത്തരമൊരു കൂടിക്കാഴ്ച വിവാദം ആദ്യം ഉയർത്തിയ BJP നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ EP ജയരാജന് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടെ ഒരു കാര്യം വ്യക്തമായി, EP ജയരാജൻ CPMൽ തന്നെ തുടരുമെന്ന് ഉറപ്പായി. പാർട്ടി EP ജയരാജനൊപ്പമാണ്. പാർട്ടി ഒരു തരത്തിലും EP ജയരാജനെ കൈവിടുന്ന ഒരവസ്ഥ ഒരു ഘട്ടത്തിലും ഉണ്ടാകില്ല എന്ന മറ്റൊരു വ്യക്തമായ നിലപാട് കൂടി പാർട്ടി കൈക്കൊണ്ടിരിക്കുകയാണ്. അതോടെ CPMന് മുന്നിലുണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ EP ജയരാജൻ്റെ വിശദീകരണത്തോടു കൂടി ഒഴിവാക്കിയിരിക്കുന്നത്. പാർട്ടി വളരെ വ്യക്തമായൊരു നിലപാട് കൂടി എടുത്തിരിക്കുന്നു. ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ള വിവാദ നേതാക്കന്മാരുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 26-ന് തന്നെ നന്ദകുമാറുമായുള്ള ബന്ധത്തിൽ EP എന്താണ് ചെയ്യേണ്ടത്, EP ഈ ഒരു ബന്ധം ഒഴിയണം, ഇത്തരത്തിലുള്ളവരുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കരുത് എന്നൊരു വ്യക്തമായൊരു മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. EP-യുടെ വിശദീകരണവും ഇനി ഇത്തരത്തിലൊരു ബന്ധവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് EP ജയരാജൻ്റെ മറുപടി വളരെ നിഷ്കളങ്കമാണ് എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. EP-യുടെ മറുപടി എന്തായാലും തങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ആ ഒരു മറുപടി പാർട്ടിക്ക് വളരെ സ്വീകാര്യവുമായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി EP ജയരാജൻ്റെ മറുപടിയിൽ വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തരാണ്. EP ജയരാജന് വ്യക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം. പാർട്ടിക്ക് ഇത്തരമൊരു കൂടിക്കാഴ്ച വിവാദം, പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം പാർട്ടിക്ക് ഒരു തരത്തിലുമുള്ള ദോഷം ചെയ്യില്ല എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇത് ഒരു വിഭാഗം ഇടതുവിരുദ്ധ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഈ ഒരു ഗൂഢാലോചന. EP ജയരാജനും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയാണ്, മാധ്യമ ഗൂഢാലോചനയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ദിവസം വഴിയിൽ കൂടി പോകുന്ന സമയത്ത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു. അതിനുശേഷം ജാവ്ദേക്കറെ EP കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച അത്ര പ്രാധാന്യം അർഹിക്കുന്നതുമല്ല. ചിലപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ നേരിട്ട് കണ്ടെന്നിരിക്കും. അവരെല്ലാം കടുത്ത വർഗീയവാദികളും സംഘപരിവാറുകാരുമാണ്. എങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ അവരുമായി സംസാരിക്കാതെ മുന്നോട്ട് പോകുന്നത് തികച്ചും നല്ല നടപടിയല്ല എന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ നടത്തിയ വർഗീയ വിദ്വേഷ പ്രസംഗത്തിൻ്റെ ന്യായീകരണം കോൺഗ്രസും BJPയും ചേർന്ന് കേരളത്തിൽ നടത്താൻ ശ്രമിച്ചു. അത് കേരളത്തിൽ BJP വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ദേവസ്വം ബോർഡിൻ്റെ വരുമാനത്തിൻ്റെ 92% മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്നൊരു ആരോപണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ നടത്തിയ ആ ഒരു വിദ്വേഷ പ്രസംഗത്തിൻ്റെ ന്യായീകരണമായി BJP കേരളത്തിൽ പറഞ്ഞു വരുത്തിയത്. ഈ ഒരു വർഗീയ ധ്രുവീകരണത്തെ കോൺഗ്രസ് ഏറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിനൊരു അടിസ്ഥാനമുണ്ട്. കാരണം സംസ്ഥാനത്തെ ചില വടകര അടക്കമുള്ള തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ കടുത്ത വർഗീയ ധ്രുവീകരണം BJP നടത്തി. കോൺഗ്രസ് അതിനെ സഹായിക്കുകയും ചെയ്തു. വടകരയിൽ ഷാഫിക്ക് BJPയുടെ വോട്ടുകൾ മറിഞ്ഞു എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ വ്യക്തമായി പറയുന്നു. അതുപോലെ തന്നെ വടകരയിൽ വളരെ വ്യക്തമായ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണവും അശ്ലീല ആഭാസ പ്രവർത്തനങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF BJP പ്രവർത്തകർ നടത്തിയിരുന്നു. വടകരയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഒത്തുതീർപ്പ് ഫോർമുല, അവിടെ വടകര ജയിക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് BJPക്ക് പരമാവധി വോട്ടടക്കം സഹായം ചെയ്യാമെന്നൊരു ധാരണയാണ് വടകരയിൽ. അതുപോലെ തന്നെ തൃശ്ശൂർ പൂര സമയത്ത് അത് അലങ്കോലപ്പെടുത്താൻ സർക്കാർ നേതൃത്വം ശ്രമിച്ചു എന്നൊരു ആരോപണം കൊണ്ടുവന്നെങ്കിലും അത് അടിസ്ഥാനരഹിതമായി മാറുകയായിരുന്നു. അങ്ങനെ തൃശ്ശൂരിൽ വ്യക്തമായും സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഇടത് സ്ഥാനാർത്ഥി തന്നെ വിജയിച്ച് MP ആയി വരും. കേരളത്തിൽ ഇത്തവണ 2-അക്ക നമ്പറിലാകും LDFൻ്റെ MPമാർ വിജയിക്കുക. കടുത്ത വിജയപ്രതീക്ഷയിലാണ് തങ്ങൾ എന്നും അതിൽ വളരെ ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. മറ്റൊരു വ്യക്തമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് EP ജയരാജന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള ബന്ധം ഇനി ഉണ്ടാകില്ല എന്ന് ഇ.പി. ജയരാജനും സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ BJP നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു കുതന്ത്രമായിട്ട് മാത്രം ഇത്തരത്തിലൊരു ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം ഉണ്ടാക്കിയെടുത്തത് ചില മാധ്യമങ്ങൾ ചേർന്നിട്ട് എന്ന് തന്നെ ഇതിനെ കരുതിയാൽ മതി. അല്ലാതെ പാർട്ടിയെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ. നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടതുമുന്നണി ചരിത്ര വിജയം തന്നെ നേടുമെന്നാണ് CPMൻ്റെ അവകാശവാദം. വോട്ടർമാരുടെ പ്രതികരണങ്ങൾ വോട്ടെടുപ്പിന് ശേഷം ഇതാണ് സൂചിപ്പിക്കുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തലും. അത് സത്യമാണ്. കാരണം വിവിധ ജില്ലാ ഘടകങ്ങൾ നൽകിയ റിപ്പോർട്ടുകൾ CPMന് ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ്. UDFൻ്റെയും BJPയുടെയും അവസാന നിമിഷത്തിലുമുള്ള കള്ളപ്രചരണങ്ങളെയും അക്രമത്തിനുള്ള ശ്രമങ്ങളെയും BJPയുടെ പ്രത്യേകിച്ച് മദ്യവും പണവും ഒഴുക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെയും അതിജീവിച്ച് സമാധാനപൂർണ്ണമായാണ് ഇത്തവണ കേരളത്തിൽ പോളിംഗ് പൂർത്തിയാക്കിയതെന്ന് CPM വിലയിരുത്തുന്നു. പണമൊഴുക്കാൻ BJPയും കോൺഗ്രസും മത്സരമായിരുന്നു വോട്ടർമാർക്കിടയിൽ. അതെല്ലാം പക്ഷേ വോട്ടർമാർ തിരിച്ചറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. BJP ഭരണത്തിന് കീഴിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികളും ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്കുള്ള സംഘപരിവാർ ശ്രമങ്ങളും ജനസമക്ഷം അവതരിപ്പിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് LDFനും CPMനും അതീവ നിർണായകവുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകളെയും നിയമനിർമ്മാണങ്ങളെയും ശക്തമായി എതിർക്കാൻ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിൽ അത്യന്താപേക്ഷിതമാണെന്ന് ഇത്തവണ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ LDFനായി പ്രചരണ രംഗത്ത്. അത് ഏറെക്കുറെ വിജയിച്ചതായാണ് വിലയിരുത്തൽ. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകളെയും ജനജീവിതം പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനങ്ങളെയും വോട്ടർമാരെ ഒരിക്കൽ കൂടി നേരിട്ട് കണ്ട് ഓർമ്മിപ്പിക്കുവാനും ബോധ്യപ്പെടുത്താനും ഈ തെരഞ്ഞെടുപ്പ് വേദിയായി. കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടിൽ നിന്നുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്കുള്ള യാത്ര തുറന്നു കാണിക്കാനും ഇടതുപക്ഷത്തിനായി. സംസ്ഥാന സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങൾ നൽകിയതെന്ന് വോട്ടെടുപ്പ് വ്യക്തമാക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം പോളിംഗിൽ പ്രതിഫലിച്ചു. പ്രതിപക്ഷമാകട്ടെ BJP ആകട്ടെ അശ്ലീലവും വ്യാജകഥകളും പ്രചരിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവസാന നിമിഷവും കള്ളക്കഥകളെ കൂട്ടുപിടിച്ചാണ് UDF വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. വടകരയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമൊക്കെ ഇതരങ്ങേറി. പക്ഷേ ഇതിനെല്ലാം കൂട്ടായി ഒരു വിഭാഗം മാധ്യമങ്ങളും UDFനും BJPക്കും ഒപ്പം നിന്നതാണ് സങ്കടകരം. LDF ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന് വ്യക്തമാക്കുന്നതകം ജൂൺ 4 വരുന്ന ഫലമെന്ന് സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നു. UDFൻ്റെയും BJPയുടെയും കുതന്ത്രങ്ങളെയും അധിക്ഷേപങ്ങളെയും പണക്കൊഴുപ്പിനെയും അതിജീവിച്ച് സമാധാനപൂർണ്ണമായി പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ കഴിഞ്ഞു എന്നിടത്താണ് CPM പ്രവർത്തകരുടെ വിജയമെന്നും സമിതി വിലയിരുത്തുന്നു. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന ഇടതുമുന്നണിക്ക് ഇത്തവണ 2 അക്ക സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ.